2008 നവംബർ 26 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇപ്പോൾ NIA കസ്റ്റഡിയിലുള്ള തഹാവൂർ ഹുസൈൻ റാണ ഒരു വെടിപോലും ഉതിർത്തിട്ടില്ല. എന്നാൽ തന്റെ ബാല്യകാല സുഹൃത്ത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആക്രമണങ്ങളുടെ രൂപരേഖ തയ്യാറാക്കിയെന്ന് റാണ ഉറപ്പുവരുത്തി. ഇന്ത്യക്കാർ അത് അർഹിക്കുന്നുവെന്നും മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർക്ക് പാകിസ്ഥാന്റെ പരമോന്നത സൈനിക ബഹുമതിയായ നിഷാൻ-ഇ-ഹൈദർ നൽകണമെന്നും റാണ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് റാണയെ ഇന്ത്യക്ക് അമേരിക്ക കൈമാറിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് മുംബൈ ഭീകരാക്രമണം. ഇത് സംഭവിച്ച് 17 വർഷങ്ങൾക്ക് ശേഷം ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയിരിക്കുകയാണ്. ഇയാളെ ഇന്ത്യക്ക് വിട്ടുകിട്ടാൻ കുറച്ച് സമയമെടുത്തുവെങ്കിലും ഗൂഢാലോചനയിൽ പാകിസ്ഥാനുള്ള പങ്ക് തുറന്നു കാട്ടാൻ കഴിയുമെന്ന് കരുതുന്നു. മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഒരാളെ ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നത്. ഇന്ത്യൻ സൈന്യം ജീവനോടെ പിടികൂടിയ അജ്മൽ കസബിനെ നേരത്തെ പ്രോസിക്യൂട്ട് ചെയ്ത് തൂക്കിലേറ്റിയിരുന്നു. ആക്രമണത്തിന്റെ ഗൂഢാലോചനക്കാരനായ അബു ജുഡാലിനെ സൗദി അറേബ്യ നാടുകടത്തിയിരുന്നു. എന്നാൽ ഈ കേസിൽ ജുഡാലിനേക്കാളും കസബിനേക്കാളും കൂടുതൽ അറിവുള്ളയാളാണ് റാണ. പാകിസ്ഥാൻ സൈന്യത്തിലെ ഡോക്ടറായിരുന്ന റാണയ്ക്ക് ലഷ്കർ-ഇ-തോയ്ബയുമായും അടുത്ത ബന്ധമുണ്ട്. ചോദ്യം ചെയ്യലിലൂടെ പാകിസ്ഥാനുമായുള്ള ആഴത്തിലുള്ള ബന്ധം വെളിപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. ഇതിലൂടെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുക മാത്രമല്ല, UN രക്ഷാ കൗൺസിൽ പോലെയുള്ള വേദികളിൽ ഒരു സന്ദേശം നൽകാനുള്ള അവസരവും ഇന്ത്യക്ക് നൽകുന്നു. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെക്കുറിച്ച് ശക്തമായ സന്ദേശം നൽകാൻ ഇന്ത്യക്ക് കഴിയും. മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായ ഹെഡ്ലിയെ ഇന്ത്യക്ക് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ISAയുടെ മേജർ ഇക്ബാൽ, സാജിദ് മിർ തുടങ്ങിയ സൂത്രധാരന്മാരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിട്ടുമില്ല. റാണയെ കൈമാറുന്നത് കൃത്യത്തിൽ അവർക്കുള്ള പങ്ക് വെളിപ്പെടുത്തുമെന്ന് അറിയാമെങ്കിലും പാകിസ്ഥാൻ റാണയിൽ നിന്നും അകലം പാലിക്കുകയാണ്. റാണ കനേഡിയൻ പൗരനാണ് എന്നും 2 പതിറ്റാണ്ടോളമായി പാകിസ്ഥാൻ വംശജനാണ് എന്നതിന്റെ രേഖകൾ പുതുക്കാൻ അപേക്ഷിച്ചിട്ടില്ല എന്നുമാണ് പാകിസ്ഥാന്റെ വാദം. എങ്കിലും മുംബൈ ഭീകരാക്രമണത്തിന്റെ പങ്കിൽ നിന്ന് പിന്മാറുന്നത് പാകിസ്ഥാന് ഇനി എളുപ്പമാകില്ല. റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധമാണ് നടന്നത്. കൂടാതെ ഇന്ത്യയും US-ഉമായുള്ള നയതന്ത്ര ബന്ധവും വിജയത്തിലേക്ക് നയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ NIA 2020 റാണയെ വിട്ടുകിട്ടുന്നതിന് ഔദ്യോഗികമായി ഒരു ഹർജി സമർപ്പിച്ചു. 5 വർഷത്തോളമാണ് റാണ ഇതിനെതിരെ പോരാട്ടം നടത്തിയത്. 64-കാരനായ റാണ പാകിസ്ഥാനിലാണ് ജനിച്ചത്. പിന്നീട് പാകിസ്ഥാൻ സൈന്യത്തിൽ ഡോക്ടറായി സേവനം ചെയ്തു. ഇതിനുശേഷം അമേരിക്കയിലെ ചിക്കാഗോയിൽ ഇമിഗ്രേഷൻ കൺസൾട്ടന്റായി പ്രവർത്തിച്ചു. 2005 മുതൽ പാകിസ്ഥാനിലെ തന്റെ ബാല്യകാല സുഹൃത്തായ ഹെഡ്ലിയെ മുംബൈയിൽ ലഷ്കർ-ഇ-തോയ്ബയ്ക്കായി ചാരപ്പണി ചെയ്യാൻ റാണ സഹായിച്ചു. ഹെഡ്ലി മുംബൈ ഭീകരാക്രമണത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുകയും റാണ അയാൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. 2006 റാണ തന്റെ ഇമിഗ്രേഷൻ സ്ഥാപനത്തിന്റെ ഒരു ശാഖ മുംബൈയിൽ തുറന്നു. ഹെഡ്ലിക്ക് ഈ സ്ഥാപനത്തിന്റെ മാനേജറായി ഇന്ത്യയിലേക്ക് പോകാൻ മൾട്ടി എൻട്രി വിസ ലഭിക്കാൻ സഹായിച്ചു. ഇതിനിടെ ഹെഡ്ലി 8 തവണ ഇന്ത്യ സന്ദർശിച്ചു. മുംബൈ ആക്രമണത്തിന് ശേഷവും ഒരു തവണ ഇന്ത്യയിലെത്തി. എവിടെ ആക്രമണം നടത്തണമെന്ന് ഹെഡ്ലിക്ക് മനസ്സിലായത് എങ്ങനെയാണ്? നമുക്കത് പരിശോധിക്കാം. റാണയുടെ സ്ഥാപനം ഇന്ത്യയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഹെഡ്ലിയെ അനുവദിച്ചു. മുംബൈയിലെ താജ് ഹോട്ടൽ, CSMD, നരിമാൻ ഹൗസ് തുടങ്ങിയ ഇടങ്ങൾ ഹെഡ്ലി നിരീക്ഷിച്ചു. ഇതിനായി റാണ ധനസഹായം നൽകുകയും സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. റാണയുടെ രഹസ്യാന്വേഷണ ദൗത്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ഹെഡ്ലി ചിക്കാഗോയിലേക്ക് പോയി. അതിനാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് റാണയ്ക്ക് അറിയാമായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 2008 നവംബർ 13 മുതൽ 21 വരെ റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഹാംപൂർ, ഡൽഹി, കൊച്ചി, അഹമ്മദാബാദ്, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങൾ റാണ സന്ദർശിച്ചിരുന്നു. ആക്രമണത്തിന് റാണ ഒരുക്കിയ പദ്ധതികൾ എന്തെല്ലാമാണെന്നറിയാൻ NIA ഇയാളെ ഇവിടങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും. ആക്രമണം അടുത്തിരിക്കുന്നതിനാൽ ഇന്ത്യ വിടാൻ റാണയ്ക്ക് ഹെഡ്ലി നിർദ്ദേശം നൽകി. തുടർന്ന് ദുബായിലെത്തിയ ഇയാൾ ലഷ്കർ-ഇ-തോയ്ബ ഭീകരനെയും കണ്ടുമുട്ടി. അയാൾ ആരാണ് എന്നും NIA റാണയിൽ നിന്നും അറിയാൻ ശ്രമിക്കും.
റാണയുടെ അഭ്യർത്ഥന പ്രകാരം ഹെഡ്ലിക്ക് ഇന്ത്യയിൽ താമസവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നയാൾ എൻഐഎയുടെ കസ്റ്റഡിയിലുണ്ട്. മാപ്പ് സാക്ഷിയായ ഇയാളെയും റാണയുടെ മുന്നിൽ ഹാജരാക്കും. മുംബൈ ഭീകരാക്രമണത്തിൽ ചെറിയ പങ്ക് വഹിച്ചയാൾ എന്ന് പറഞ്ഞ് ഇയാളുടെ പങ്ക് തള്ളിക്കളഞ്ഞതു മുതൽ UPA ഭരണകാലത്ത് റാണയെ കൈമാറാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടത് എന്ന വിശദീകരണം വരെ റാണ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി കുരുക്കിലാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ നയതന്ത്രപരമായ വിജയമാണ് ഇത് എന്ന് BJP വിശേഷിപ്പിക്കുന്നു. മുംബൈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാത്തതിന് കോൺഗ്രസിനെ ഇവർ വിമർശിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ ചേരിപ്പോരിനപ്പുറം മുംബൈ ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് നീതി ലഭിക്കുമോ എന്നതും ഇന്ത്യൻ മണ്ണിൽ ഇത്തരമൊരു ആക്രമണം ഇനിയൊരിക്കലും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുമോ എന്നതാണ് മോദി സർക്കാരിന് മുന്നിലുള്ള ചോദ്യം.